നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ട് സ്നോ. അപ്പം സ്നോയുടെ ക്രോസിങ് ടൈം ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് സ്നോയെ കൊണ്ട് ക്രോസിങ്ങിന് പോകാം. നമ്മൾ നേരെ ഇനി സ്നോയെയും പൊക്കിക്കൊണ്ട് നേരെ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? കോടിമതയിലോട്ട് നമുക്കപ്പം സ്നോയായിട്ട് ക്രോസിങ്ങിന് പോകണം. അപ്പം നമ്മൾ ഇതേ ഇന്നോവയിൽ AC ഒക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ടാ പോകുന്നത് അല്ലേ? അല്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല. എന്തിയ സ്നോ എവിടെയാ? സ്നോ ഇവിടെ. ഓ, ഇതിനകത്താണ് സ്നോ. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ സ്നോ. ഇവിടെ ചിലർ ഇതിനെ ജൂലി എന്ന് വിളിക്കും, പക്ഷെ ഞങ്ങൾ സ്നോ എന്ന് വിളിക്കും. ഇവർ ജൂലി എന്ന് വിളിക്കും. അതവരുടെ ഫാമിലി മാറ്റർ, നമ്മൾ ഇടപെടണ്ട. അവരെന്തേലും വിളിക്കും. സ്നോ ഇച്ചിരി ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും സ്നോ ഭയങ്കര സൈലൻ്റ് ആണ്. പക്ഷെ ആളിങ്ങനെ ഇരിക്കുന്നൊന്നും അല്ലതേ. അവനറിയാം, ഈ ഡോറ് അടച്ചിട്ടിരിക്കുന്ന അവനറിയാം. ഇതൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടുന്ന് ജെറ്റ് പോകുന്ന ഒരു സാധനം ഓടിപ്പോകുന്നതാണ്. സ്നോയെ നോക്കാൻ വേണ്ടി ഞങ്ങളിവിടെ 3 പേരെ നിർത്തിയതാ. കാപ്പിയും ചായയും കുടിച്ച് അവിടെ പോയിരിക്കുക. അപ്പം നമ്മൾ നേരെ സ്നോയെ പാക്ക് ചെയ്യുക. അടയ്ക്ക് ലോക്കിട്ടോ. അതിനെ എടുത്തോ. എന്തി വരുന്നില്ല, വാ ഇറങ്ങിക്കോ. അല്ല, നമുക്ക് ഇന്നോവ പോവായിരുന്നു. അല്ല, നമ്മൾ ഇത്രയും വലിയൊരു കാർ ഇവിടെ കിടക്കുമ്പോൾ സ്കൂട്ടറെ പോവാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്നോയെ എവിടെ കൊണ്ടോ വെക്കും? ആണോ? അങ്ങനെയാണോ? നമ്മളിപ്പോൾ ഇതുവഴിയാ പോകുന്നത്? കഞ്ഞിക്കുഴി കയറിയോ? നമ്മള് കഞ്ഞിക്കുഴി മറ്റേ നമ്മുടെ ജിമ്മിന്റെ താഴെയുള്ള വഴിയില്ലേ, ആ റെയിൽവേ ക്രോസിന്റെ താഴെ കൂടെ ആകുമ്പോൾ നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ പോവാം. അങ്ങനെ നമ്മൾ കോടിമതയിലെ പെറ്റ് സ്റ്റോറി വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്നോയെ ക്രോസിങ്ങിന് കൊടുക്കുന്നത്. സ്നോ എടുത്തോ? ഈ സൈലൻ്റ് ആയിട്ട് അതിനകത്ത് ഇരിപ്പുണ്ട്, ഒരു അനക്കവും ഇല്ലാതെ. അപ്പോൾ ഇതാണ് ജിഞ്ചർ. ഇവിടെ ഗ്രൂമിങ് സെക്ഷനൊക്കെ കുറേ ഉണ്ട്. നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഒരുമിച്ചിന് നല്ല രസമുള്ളത് ഇതാണ്. എനിക്ക് മനസ്സിലായി. വേറെ അപ്പുറത്തും കുറേ ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പെറ്റിന് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. പെറ്റ് ഫുഡ് എല്ലാം ഉണ്ട്. ഇത് ക്യാറ്റ് ഫുഡാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തും ഈ സെക്ഷന് ഫുള്ള് ക്യാറ്റ് ഫുഡാണ്. പിന്നെ ഡോഗ്സിൻ്റെ ഫുഡും അവരുടെ ആക്സസറീസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ സ്നോയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ക്യാറ്റ് ഫുഡ്. ഇപ്പം നിലവിൽ കൊടുക്കുന്നത്. ഇതിനകത്ത് 36% പ്രോട്ടീൻ വരുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? പിന്നെ ഉള്ളത് ഇത് പേർഷ്യൻ ക്യാറ്റിന് വരുന്ന സംഭവം. ഇതപ്പം കൊടുക്കാറില്ല ഈ സാധനം. ഇത് സാമ്പത്തികമായിട്ട് ഇപ്പം നമ്മൾ വളരെ പിന്നോട്ടാ ചെയ്യും. അതും ശരിയാണ്. അവൻ പറഞ്ഞതും പോയിൻ്റാണ്. ഞങ്ങൾക്ക് ഡെയിലി പ്രോട്ടീൻ കിട്ടുന്നില്ല. അന്നേരം പൂച്ചയ്ക്ക് അതൊക്കെ മതിയല്ലേ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അതെ. ഇത് വരുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ഗ്രേവി പൂച്ചയ്ക്ക് ഫുഡൊക്കെ ചെറിയത് കൊടുത്തിട്ട് അത് എടുക്കാതെ വരത്തില്ലേ, നമ്മൾ ചോറിൻ്റെ കൂടെ രസം സാമ്പാർ ഒഴിക്കുന്ന പോലെ തന്നെ ഇതും കൊടുക്കും. പിന്നെ വരുന്ന ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല, കളക്ഷനുണ്ട്. ക്യാറ്റ്സിനും ഡോഗ്സിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ട്. അടുത്ത സെക്ഷൻ്റെ വരുന്ന ടോയ്സ്. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം പെറ്റ്സിന് വേണ്ട എല്ലാ ടോയ്സും ഉണ്ട്, അവൈലബിൾ ആണ്. ഇത് കണ്ടിട്ട് ഇത് പെറ്റ്സിനാണോ അതോ നമുക്ക് വേണ്ടിയുള്ളതാണോ? കുഞ്ഞു പിള്ളേർ കളിക്കാൻ ടോയ് ആയിട്ടാണല്ലോ എനിക്ക് തോന്നിയത് കണ്ടിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി ഒരു റാബിറ്റും കൂടി ഇരിപ്പുണ്ട്. നല്ലൊരു റാബിറ്റ്. പെൻഗിനുണ്ട്, ഡൊണാൾഡക്ക്, കുറേ ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഒരു 2-3 സെക്ഷൻസ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് ചെയിന്,
പിന്നെ മറ്റേ ഈ റിസ്റ്റ് ബാൻഡ് പോലത്തെ അതിനിടുന്ന സപ്പോർട്ടേഴ്സ് അല്ലേ, നെക്കിലിടുന്നേ. ഓ, അങ്ങനത്തെ സപ്പോർട്ടേഴ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഈ സെഷനിൽ. ഇത് കണ്ട്, ഇത് എന്താ പോ ക്ലീനിങ് മറ്റേ ഇതല്ലേ, എന്തോ കാലോ വിരല് ക്ലീൻ ചെയ്യുന്നതല്ലേ? ആ, അത് തന്നെ. പട്ടീനെ കുളിപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളും, ഡെൻ്റൽ കെയർ, പല്ല് തേപ്പിക്കാനായിട്ട്. എനിക്ക് പറ്റിയതാക്കാനില്ല ഇത്രയും കോസ്റ്റ്ലി പേസ്റ്റ് അന്നേരം. പിന്നെ ഉള്ളത് സ്കിൻ ആൻഡ് ഹെയറിൻ്റെ എന്തോ കുറേ സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതെന്നാ? അവരുടെ സ്കിൻ നല്ലപോലെ തിളങ്ങി, അവരുടെ കോട്ടൊക്കെ നല്ലപോലെ തിളങ്ങാനുള്ള സാധനം ഏതാ നമ്മൾ കഴിക്കത്തില്ല, ഫിഷ് ഓയിൽ പോലെ. അതിൻ്റെ ഡോഗിൻ്റെ ദോഷം. പിന്നെ ഇത് ഡോഗിൻ്റെ ഡയറ്റോൺ ഡൈജഷന് വേണ്ട എന്തോ സാധനമാണെന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ അറിവില്ല. മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ്, മൾട്ടി മിനറൽസ് ഒക്കെ ചെയ്യും. അതുപോലെ ഡോഗ്സ് എന്തൊക്കെയാണല്ലേ. പിന്നെ ഈ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് കണ്ടില്ല. പെറ്റായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ട ട്രാവൽ അക്സസറീസ് ഉണ്ട് അല്ലേ? നമ്മൾ ഈ ഒരു സെക്ഷനാണ് വിട്ടുപോയത്. പിന്നെ വരുന്ന കൊണ്ടുപോകാൻ പറ്റുന്നത് കേജ്, ട്രാവൽ ചെയ്യുമ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഇവരെ. ഇതാണ് ഇവരുടെ കംപ്ലീറ്റ് ആ ഒരു സെക്ഷൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു സൈഡ് മാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് കണ്ടോ, ഇപ്പോൾ ഫുള്ള് അക്സസറീസ് ഫുള്ളെല്ലാം കംപ്ലീറ്റ് കാര്യങ്ങളും ഉണ്ട്. നല്ല ബ്രാൻഡുണ്ട്. എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കണം, നോക്കിയെല്ലാം എടുക്കണം. നമ്മളപ്പോൾ പെറ്റ് സ്റ്റോറിൽ നിന്നപ്പം ഇറങ്ങുക, കാരണം ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ വന്നാൽ മതി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.